അസ്സലാമു അലൈക്കും. എല്ലാവർക്കും എൻ്റെ നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നൊരു വ്ളോഗാണ് കേട്ടോ. ഞാനിപ്പം ഒരു ഉച്ച നേരത്ത് മീൻ മാർക്കറ്റിലേക്ക് പോവുകയാണ്. അപ്പോൾ ഉച്ച സമയമായതുകൊണ്ട് തന്നെ വലിയ തിരക്കൊന്നും ഉണ്ടാവില്ല, അധികം ആൾക്കാരുടെ റഷില്ല. മാത്രമല്ല വെള്ളിയല്ല, ഒരു വർക്കിംഗ് ഡേ ആണ്. അപ്പോൾ സാധാരണ നമ്മൾ സൂപ്പർ മാർക്കറ്റിൽ നിന്ന് മീൻ വാങ്ങിക്കുമ്പം അത്യാവശ്യം നല്ല വില ഉണ്ടാവാറുണ്ട്. അത് മീനാണെങ്കിലും ഇറച്ചിയാണെങ്കിലും ഒക്കെ അങ്ങനെ തന്നെ. അപ്പോൾ ഞങ്ങൾ ഇവിടെ മാർക്കറ്റിൽ വന്നിട്ടാണ് മിക്കവാറും മീൻ വാങ്ങിക്കാറ്. അപ്പോൾ മീൻ വരുമ്പം കുറച്ച് കൂടുതൽ വാങ്ങും കേട്ടോ. അപ്പോൾ ഉച്ച സമയമാണെങ്കിലും അത്യാവശ്യം വാഹനങ്ങളൊക്കെ പുറത്തുണ്ട്. പാർക്കിങ്ങിൽ ഏകദേശം പാർക്കിങ് ഫുള്ളായിക്കണം, നിറയെ കാറുകളുണ്ട്. അപ്പോൾ വലിയൊരു പ്രതീക്ഷ ഒന്നും ഇല്ലാതെ വന്നതായിരുന്നു. പക്ഷേ അത്യാവശ്യം മീനുണ്ട്. ഇപ്പം ഇവിടെ ട്രോളിംഗ് ആണ് കേട്ടോ. ട്രോളിങ് ഇവിടെ 3 മാസത്തോളം ഉണ്ടാകും. അപ്പോൾ എന്നാലും സാധാരണ കാണുന്ന അത്ര ഒരു വിലക്കുറവിലില്ലെങ്കിലും ഏതായാലും വന്നതല്ലേ, കുറച്ച് കുഞ്ഞമത്തിയൊക്കെ വാങ്ങുന്നുണ്ട്. പിന്നെ കുറച്ച് ചെമ്മീനും ചില മീനൊക്കെ വാങ്ങിച്ചു. അപ്പോൾ ഇതിവിടെ സൗദിയിൽ നിന്ന് തന്നെ ഉള്ളൊരു മീനാണ് കേട്ടോ. നല്ല പുതിയതാണ്, നല്ല ടേസ്റ്റാണ് കഴിച്ചാൽ. ഞങ്ങൾ ആദ്യം ഒന്നും ഇത് വാങ്ങി കഴിക്കില്ലായിരുന്നു, പക്ഷേ ഒരിക്കൽ വാങ്ങി കഴിച്ചപ്പോൾ ഇഷ്ടമായി. അപ്പോൾ ഈ ഒരു വലുപ്പത്തിലും ഇതിൻ്റെ ചെറുതിലും വലുതിലൊക്കെ ഉണ്ട്. അപ്പോൾ ഞാനിതെങ്ങനെ മുറിക്കാമെന്ന് കാണിക്കാം. ഇതിൻ്റെ ചെളുക്കയുടെ ഈ ഭാഗത്ത് നോക്കിയിട്ട് ഒന്ന് വലിച്ചെടുത്താൽ മതി കേട്ടോ. പിന്നെ വയറൊന്ന് ക്ലീൻ ചെയ്യണം, വാല് മുറിക്കണം. ഇത് നമ്മൾ ഒരെണ്ണം മുറിച്ച് കഴിയുമ്പോൾ തന്നെ കുറേയൊക്കെ അതിൻ്റെ പുറത്തുള്ള തോല് നമ്മുടെ കൈയൊക്കെ തട്ടിയിട്ട് പോരും. ബാക്കിയുള്ളത് കഴുകുമ്പോൾ ഉപ്പിട്ട് വൃത്തിയാക്കാം. അതെങ്ങനെയാണെന്നൊക്കെ ഞാൻ കഴുകുമ്പോൾ കാണിക്കാം കേട്ടോ. അപ്പോൾ ഞാൻ ഒരെണ്ണം കൂടി എടുത്തിട്ട് എങ്ങനെ മുറിക്കാമെന്ന് കാണിക്കാം. ഈ ഒരു ഭാഗത്ത് വെച്ചിട്ട് കത്തി നന്നായിട്ട് പ്രസ് ചെയ്തിട്ട് ഒന്ന് വലിച്ചെടുത്താൽ മതി. അപ്പോൾ ഒരു പൂവും പിന്നെ വയറിലെ വേസ്റ്റൊക്കെ പോരും. പിന്നെ വയറൊന്ന് കീറി കൊടുത്തിട്ട് ഉള്ളിൽ ആ ഒരു കറുപ്പ് കളറൊന്ന് മാറ്റിയാൽ മതി. പിന്നെ വാല് മുറിക്കുക, അത്രയേ ഉള്ളൂ. അപ്പോൾ ഈ ചെറിയൊരു വലിപ്പം കണ്ടിട്ട് നിങ്ങളിത് മുറിക്കാൻ പാടാണ്. ഇതിൻ്റെ പുറത്തുള്ള തൊലിയൊക്കെ എങ്ങനെയാണ് കളയുക, ഒരുപാട് സമയം എടുക്കുന്നൊന്നും വിചാരിക്കണ്ട. ഇത് മുറിക്കുമ്പോൾ ഇതിൻ്റെ തല അവിടെ തന്നെ വെച്ചിട്ട് മുറിച്ചെടുക്കാട്ടോ നല്ലത്. തല മൊത്തത്തിൽ വെട്ടിക്കളയൊന്നും വേണ്ട. ഇങ്ങനെ മുറിച്ചെടുക്കാനൊക്കെ നല്ല എളുപ്പമാണ്. അപ്പോൾ ഇതാ ഞാനൊരു 2 ടേബിൾ സ്പൂൺ കല്ലുപ്പിട്ടിട്ട് ഈ മുറിച്ചെടുത്ത മത്തിയിൽ നന്നായിട്ടൊന്ന് ഉരച്ചെടുക്കുകയാണ്. ഇത് മൺചട്ടിയിലിട്ടിട്ടാണ് ഇങ്ങനെ ആക്കുകയാണെങ്കിൽ ഒന്നുകൂടെ നല്ലതാണ് കേട്ടോ. ഞാൻ മീൻ മുറിച്ച സമയത്ത് അതിനകത്തേക്ക് വെള്ളം ഒഴിച്ചിട്ടൊന്നുമില്ല. ഇനി നിങ്ങൾ വെള്ളം ഒഴിച്ചിട്ടാണ് മുറിച്ചെടുക്കുന്നതെങ്കിലും സാരമില്ല. ഇത് ആദ്യം കഴുകാനെടുക്കുമ്പോൾ ആദ്യം ഇങ്ങനെ ഉപ്പ് തിരുമ്മിയിട്ടൊന്ന് പതുക്കെ ഇങ്ങനെ ഉരച്ച് കഴുകണം. വല്ലാണ്ട് അമർത്തണ്ട, മീനാകെ അലിഞ്ഞു പോകും. അപ്പോൾ ഒരു മീഡിയം പാകത്തിൽ വെച്ചിട്ടൊന്ന് ഇങ്ങനെ ഉരച്ചെടുത്താൽ മതി. കുറേ തൊലിയൊക്കെ ഇതിനകം തന്നെ പോന്ന് കഴിഞ്ഞു. ഇനി വെള്ളം ഒഴിച്ചിട്ട് കഴുകിയെടുക്കാം. നമ്മൾ വെള്ളം ഒഴിച്ചിട്ട് കഴുകിയെടുത്ത് കഴിഞ്ഞതിന് ശേഷം ഇതിൽ തൊലി ബാക്കി കാണുകയാണെങ്കിൽ ഇതേപോലെ കുറച്ചുകൂടെ ഉപ്പിട്ടിട്ടൊന്ന് ഉരച്ചെടുത്താൽ മതി കേട്ടോ. അപ്പോൾ 2-3 പ്രാവശ്യം കഴുകിയെടുത്തതിന് ശേഷം ഞാൻ ഒറ്റ തവണ ഉപ്പിട്ടിട്ടുള്ളൂ. ഇനി മാരിനേഷൻ ചെയ്യാനായിട്ട് പോവുകയാണ്. കഴുകിയെടുത്ത മീനിൻ്റെ മുകളിലേക്ക് കുറച്ച് ജിഞ്ചർ ഗാർലിക് പേസ്റ്റും പിന്നെ 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും പിന്നെ 2 ടേബിൾ സ്പൂണോളം മുളക് പൊടിയും ചേർക്കുന്നുണ്ട്. നിങ്ങളുടെ മുളക് പൊടിയുടെ എരിവനുസരിച്ചിട്ട് ചേർത്ത് കൊടുത്താൽ മതി കേട്ടോ. പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പും ചേർത്തിട്ട് കുഴച്ചെടുക്കുകയാണ്. നമ്മൾ ഈ മീൻ കഴുകിയെടുത്തപ്പോഴുള്ള വെള്ളം തന്നെ മതിയാകും ഈ മസാല ഒന്ന് പുരണ്ട് വരാൻ വേണ്ടിയിട്ട്. അപ്പോൾ കുഴച്ച് നോക്കിയിട്ട് വേണമെങ്കിൽ 2-3 സ്പൂൺ ചേർത്ത് കൊടുത്താൽ മതി. ഇപ്പോൾ മാരിനേഷന് റെഡി ആയിട്ടുണ്ട്. കൂടുതൽ വെള്ളത്തിൻ്റെ ഒന്നും ആവശ്യമില്ല. അവധി ദിവസം പോയിട്ടാണ് ഇങ്ങനെ മീൻ വാങ്ങിച്ചിട്ട് ഇങ്ങനെ മാരിനേഷൻ ചെയ്ത് വെക്കുന്നതെങ്കിൽ നിങ്ങൾക്ക് ഒന്നുകിൽ പൊരിച്ചിട്ട് വെക്കാം, അല്ലെങ്കിൽ ഒരു പ്ലാസ്റ്റിക് ബോക്സിലാക്കിയിട്ട് ഫ്രീസറിൽ സൂക്ഷിക്കാം കേട്ടോ. പിന്നെ ഓരോ ദിവസം ആവശ്യത്തിനുള്ളത് എടുത്തിട്ട് പൊരിച്ചാൽ മതി. അപ്പോൾ ഞാൻ ഇതേപോലെ ഒരു 3 ഭാഗമാക്കിയിട്ട് 3 പാത്രത്തിൽ വെക്കുന്നുണ്ട്. അപ്പോൾ 1 കിലോ മീൻ ഉണ്ടായിരുന്നു മുറിച്ചെടുത്തപ്പോൾ, എങ്കിലും കൂടിയിട്ട് വൃത്തിയാക്കിയൊക്കെ കഴിയുമ്പം കുറച്ച് കുറഞ്ഞിട്ടുണ്ടാവും, ഒരു 100 ഗ്രാമൊക്കെ കുറഞ്ഞിട്ടുണ്ടാവും. അപ്പോൾ അതൊക്കെ ഒരു മനസ്സിൽ വെച്ചിട്ട് നിങ്ങൾ ഭാഗിച്ച് വെച്ചാൽ മതി. ഞാനിവിടെ ഒരു 3 പാർട്ടാക്കിയിട്ട് കുറച്ച് ഫ്രീസറിൽ വെക്കുകയാണ്. അപ്പോൾ ഇപ്പോഴത്തെ ഒരാവശ്യത്തിന് വേണ്ടിയിട്ടുള്ളത് മാത്രമാണ് ഇന്ന് പൊരിച്ചെടുക്കുന്നത്. ഇറച്ചിയാണെങ്കിലും മീനാണെങ്കിലും ഒക്കെ ഇതേപോലെ 1 കിലോ വാങ്ങിച്ചിട്ട് 4 പാർട്ടാക്കിയാൽ മതി കേട്ടോ. ഇറച്ചിയാണെങ്കിൽ വേവിച്ചിട്ട് വെക്കുമായിരിക്കും ഒന്നുകൂടി സൗകര്യം.
അപ്പോൾ ഞാനിവിടെ ബാക്കി വാങ്ങിച്ച ചെമ്മീൻ 1 കിലോ 4 ഭാഗമാക്കിയിട്ട് 4 പാത്രത്തിൽ വെച്ചിട്ടുണ്ട്. പിന്നെ മറ്റൊരു തരം മീൻ, പലവക മീൻ വാങ്ങിച്ചിരുന്നു. അതും ഞാനിവിടെ ഏകദേശം ഒരു 250 കണക്കാക്കിയിട്ട് പാത്രത്തിലാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ പിറ്റേ ദിവസം പൊരിക്കാനുള്ളത് ഫ്രിഡ്ജിൻ്റെ താഴെ തന്നെ വെച്ചാൽ മതി. അപ്പോൾ ഞാൻ എന്തായാലും ഇന്നേക്കുള്ളത് പൊരിച്ചെടുക്കുകയാണ്. ഒരു 25 ഗ്രാം ബട്ടർ ഇട്ടിട്ട് ഞാൻ ഉരുക്കിയെടുക്കുകയാണ്. സാധാരണ വെളിച്ചെണ്ണയിലാണ് മീനൊക്കെ പൊരിച്ചെടുക്കാറുള്ളത്. പക്ഷേ നാട്ടിൽ നിന്ന് കൊണ്ടുവന്ന വെളിച്ചെണ്ണ എല്ലാം കഴിഞ്ഞു. അപ്പോൾ അതുകൊണ്ട് ഇപ്പം തൽക്കാലം ഞാൻ കയ്യിലുള്ള ബട്ടറാണ് എടുക്കുന്നത്. ഇനി ഞാൻ എടുത്തിട്ടുള്ള മീൻ ഈ ഫ്രൈ പാനിലേക്ക് ഇട്ട് കൊടുക്കണം. നമ്മൾ എടുത്തിട്ടുള്ള പാനിൻ്റെ വലിപ്പത്തിനനുസരിച്ചിട്ട് മീൻ ഇട്ട് കൊടുക്കാം കേട്ടോ. ആ ഒരു പാനിൽ പരത്തിയിടാൻ മാത്രമുള്ള മീൻ ഒറ്റ തവണ അങ്ങ് ഇട്ട് കൊടുത്താൽ മതി. ഓരോന്നോരോന്നായിട്ട് ഇടാനൊന്നും നിൽക്കണ്ട. മൊത്തത്തിൽ ഇട്ടതിന് ശേഷം ചട്ടുകം കൊണ്ട് പരത്തി കൊടുത്താൽ മതി. ഒരു മീനിൻ്റെ മേലെ മറ്റൊന്ന് വരാത്ത തരത്തിൽ ചട്ടുകം കൊണ്ട് തന്നെ എളുപ്പം ഇങ്ങനെ പരത്തി കൊടുക്കാം. അപ്പോൾ ഇനി ആദ്യത്തെ വശം ഒന്ന് മുരിഞ്ഞ് വരട്ടെ. പിന്നീട് നമുക്ക് ആവശ്യമെന്ന് തോന്നുകയാണെങ്കിൽ കൂടുതൽ ബട്ടറോ വെളിച്ചെണ്ണ എന്താണെന്ന് വെച്ചാൽ ചേർത്ത് കൊടുക്കാം. പിന്നെ ഇതിൻ്റെ പുറത്തേക്ക് പച്ചമുളക് നെടുകെ കീറിയതും കറിവേപ്പിലയും ഒക്കെ ഇട്ട് കൊടുക്കുകയാണെങ്കിൽ നല്ല ടേസ്റ്റാണ് കേട്ടോ. നിങ്ങൾക്ക് വേണമെങ്കിൽ ഒന്ന് അടച്ചു വെക്കാം. അപ്പോൾ ഒരു ഭാഗം ആയിക്കഴിഞ്ഞാൽ എങ്ങനെ എളുപ്പം മറിച്ചിടാമെന്ന് ഞാൻ കാണിക്കാം കേട്ടോ. ഇവിടെ ഞാൻ മറിച്ചിടാണ്. മറിച്ചിടാൻ എളുപ്പം ചതുരത്തിലുള്ളൊരു ചട്ടുകാണ് കേട്ടോ. ഇതേപോലെ മൊത്തത്തിലൊരു 10 ഒക്കെ വരുന്ന നിലക്ക് എടുത്തിട്ട് ഇങ്ങനെ മറിച്ച് കൊടുത്താൽ മതി. അല്ലാതെ ഓരോന്നോരോന്ന് മറിച്ചിടാനൊന്നും നിൽക്കണ്ട. അത് നിങ്ങൾക്ക് കുറച്ച് പാടായിട്ട് തോന്നും. അപ്പോൾ ഞാനിപ്പം ഇങ്ങനെയാണ് മറിച്ചിടുന്നത്. ഇത് ഉമ്മ പഠിപ്പിച്ച് തന്നാണ് ഇങ്ങനെ മറിച്ചിട്ടാൽ മതി. ഇനിയിപ്പം നമ്മൾ നാട്ടിൽ കിട്ടുന്ന ചെറിയ മീനുണ്ടല്ലോ, നത്തോലി, ഞങ്ങളുടെ നാട്ടിൽ വെത്തള എന്നാണ് പറയുക. ആ മീനൊക്കെ ഇതേപോലെ തന്നെ കഴുകിയെടുക്കുകയും പൊരിച്ചെടുക്കുകയൊക്കെ ചെയ്താൽ മതി. അപ്പോൾ ഒരു 5-6 പ്രാവശ്യമായിട്ട് ഞാൻ ഈ പാനിലുള്ള മീനും മൊത്തം മറിച്ചിട്ട് കഴിഞ്ഞു. പിന്നെ അത്യാവശ്യം ഒന്ന് റെഡിയാക്കി കൊടുക്കാനുള്ളത് ചട്ടുകത്തിൻ്റെ തുണ്ട് വെച്ചിട്ടൊന്ന് റെഡിയാക്കി കൊടുത്തു, അത്രേ ഉള്ളൂ. അപ്പോൾ മറിച്ചിട്ട് കഴിഞ്ഞാൽ അടുത്ത ഭാഗം ഒന്ന് മുരിയുന്നത് വരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. ഇതിൻ്റെ കൂടെ വേപ്പിലയും പച്ചമുളക് കീറിയത് ഇട്ട് കൊടുക്കുകയാണെങ്കിൽ നല്ലൊരു ടേസ്റ്റാണ് കേട്ടോ. ഇപ്പോൾ എൻ്റെ കയ്യിൽ വേപ്പിലൊന്നും അധികം ഇല്ല, അതുകൊണ്ട് ഇപ്പോൾ ഞാൻ തൽക്കാലം ഇടുന്നില്ല. അപ്പോൾ ബട്ടറിൽ പൊരിച്ച മീൻ നല്ലൊരു എക്സ്പീരിയൻസ് തന്നെയായിരുന്നു കേട്ടോ. ബട്ടറിൽ മുന്നേ ഞാൻ സാൽമൺ പൊരിച്ചെടുത്തിരുന്നു. പക്ഷേ മിക്കവാറും സാധാ കുക്കിങ്ങിന് വെളിച്ചെണ്ണ തന്നെയാണ് എടുക്കാറുള്ളത്. അപ്പോൾ ആദ്യമായിട്ടാണ് നല്ല എരിവുള്ളതൊന്ന് ബട്ടറിൽ പൊരിച്ചെടുക്കുന്നത്. എന്തായാലും നല്ല ടേസ്റ്റ് ഉണ്ട്. പിന്നെ കുഞ്ഞമത്തിയല്ലേ, ഞങ്ങൾ ആദ്യമൊക്കെ ഈ കുഞ്ഞമത്തി നന്നാവില്ല എന്നാണ് വിചാരിച്ചിരുന്നത്. പക്ഷേ ഒരിക്കൽ വാങ്ങിച്ച് കഴിച്ച് നോക്കിയപ്പം നല്ല അടിപൊളിയായിട്ടുണ്ട്. പൊതുവെ ഇവിടെ വരുന്ന വലിയ മത്തിയൊക്കെ പിന്നെ ഒമാൻ്റെ മത്തി എന്നാണ് പറയുക. അത് വാങ്ങിച്ചു കഴിഞ്ഞാൽ ഭയങ്കര സ്മെല്ലായിരിക്കും. ഭയങ്കരമായിട്ട് കോൺസെൻട്രേറ്റ് മത്തി സ്മെല്ലായിരിക്കും. അപ്പോൾ അതുപോലെയാണ് ഇതെന്നൊക്കെയാണ് ആദ്യം വിചാരിച്ചിരുന്നത്. പക്ഷേ വാങ്ങിച്ചിട്ടുണ്ടാക്കിയപ്പോൾ അങ്ങനെയൊന്നുമല്ല കേട്ടോ. അത്ര ഒരു സ്മെല്ലൊന്നുമില്ല. നാട്ടിൽ നിന്നൊക്കെ കിട്ടുന്ന കുഞ്ഞമത്തി പോലെയൊക്കെ തന്നെ ഉണ്ട്. നല്ല പൊടിയുള്ള മത്തി കേട്ടോ. അപ്പോൾ ഒരു ദിവസം വെണ്ടക്ക മെഴുക്ക് പുരട്ടിയോട് കൂടിയിട്ടാണ് ഇത് കഴിച്ചത്. അപ്പോൾ ഇനി കുഞ്ഞമത്തി കണ്ടിട്ട് ഇത് മുറിക്കാൻ പാടാണ്, പൊരിക്കാൻ പാടാണ് എന്നൊന്നും വിചാരിക്കണ്ട. ഇതേപോലെ മുറിക്കാനും പൊരിക്കാനൊക്കെ എളുപ്പമാണ് കേട്ടോ. 1 കിലോ ഒക്കെ വാങ്ങിച്ചാൽ നമുക്ക് ഒരു ദിവസം വലിയൊരു പ്രയാസമില്ലാതെ മുറിച്ചെടുക്കാം. പിന്നെ വലിയ മത്തി കഴിച്ചാൽ പലർക്കും മുള്ളു കുത്തുന്ന പ്രശ്നം ഉണ്ടായിട്ട് വരാം. പക്ഷെ കുഞ്ഞമത്തി അങ്ങനെയല്ല. നമ്മൾ ഇനിയിപ്പോൾ ഒരു മീഡിയം ആയിട്ട് പൊരിച്ചെടുക്കുകയാണെങ്കിലും മുള്ളൊന്നും കൊടുത്തില്ല. മുള്ളൊക്കെ ഒതുക്കി തന്നെ നമുക്ക് കടിച്ച് മുറിച്ച് തിന്നാൻ പറ്റും. അപ്പോൾ കുഞ്ഞമത്തി ഇഷ്ടപ്പെടുന്നവരൊക്കെ ഒറ്റയ്ക്ക് മുറിക്കാൻ പ്രയാസമായിട്ട് അത് മിസ് ചെയ്യുന്നുണ്ടാവും. അപ്പോൾ എന്തായാലും ഇനി അത് വേണ്ട. അപ്പോൾ എല്ലാവർക്കും ഈ ഒരു വീഡിയോ ഉപകാരമായിട്ടുണ്ടാകും, ഇഷ്ടമായിട്ടുണ്ടാകും എന്ന് കരുതുന്നു. കുക്കിങ്ങിൽ ബിഗിനേഴ്സായ ആൾക്കാർക്ക് വേണ്ടിയിട്ടും പിന്നെ മത്തിയുടെ വലിപ്പം കണ്ടിട്ട് പിന്മാറുന്നവർക്ക് വേണ്ടിയിട്ടാണ് ഞാൻ ഈ വീഡിയോ ഷെയർ ചെയ്തത് കേട്ടോ. അപ്പോൾ ഇതുവരെ സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും ഒരുപാട് നന്ദി. വീഡിയോ കണ്ടിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളൊക്കെ എഴുതി അറിയിക്കാൻ മറക്കരുത്. അതേപോലെ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുകയും മണിയടിക്കുകയും ഓൾ എന്ന ഓപ്ഷൻ കൊടുക്കുകയും ചെയ്യണം കേട്ടോ. അപ്പോൾ എന്തായാലും നമുക്കിനി അടുത്ത വീഡിയോയിൽ കാണാം. അസ്സലാമു അലൈക്കും.